ചെയ്യുന്നത്. AAC ബ്ലോക്കിന്റെ ഒരു കട്ട വെക്കുന്നത് ഇങ്ങനെയാണ്. ഇത്ര സിമ്പിളാണ്. കണ്ടോ, അത്ര ഫാസ്റ്റ് ആയിട്ടാണ് പണി മൂവ് ചെയ്യുക. ഹായ്, ബോസ് ട്രേഡേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ AAC ബ്ലോക്ക് ഉപയോഗിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നാണ്. അത് എങ്ങനെയാണ് അത് ഒട്ടിക്കണത്, അത് എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യണേ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് തലൂരാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ തന്നെ ബോസ് ട്രേഡേഴ്സിന്റെ രണ്ടാമത്തെ സ്ഥാപനം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തലൂരാണ്, പാലിയേക്കര അടുത്തായിട്ട്, തൃശ്ശൂർ പാലിയേക്കര ബൈപ്പാസിന്റെ അടുത്തായിട്ടാണ് നമ്മളുടെ പുതിയ സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോ അത് നമുക്ക് ഇതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉൾവശം കേട്ടോ. അപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 ആഴ്ചക്കുള്ളിൽ നമ്മളിവിടെ അത് ഓപ്പൺ ആവും. അപ്പൊ അവിടെ തന്നെ നമുക്ക് കട്ട എങ്ങനെ കിട്ടുക എന്നുള്ളത് ചേട്ടന്മാരോടൊക്കെ ചോദിച്ച് ശരിക്കും എങ്ങനെ ചെയ്യണേ എന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഏകദേശം ഇത്രയൊക്കെ ഹൈറ്റ് എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റിയില്ല വീഡിയോ. ഇതെങ്ങനെ വെച്ചാൽ പ്ലെയിൻ ലാൻഡ് ആയിരുന്നു. നമ്മളിപ്പോ ഡ്രസ്സാണ് മുകളിൽ വന്നിട്ടുള്ളത്. അപ്പൊ മൊത്തം ഗ്രേഡ് 2 AAC ബ്ലോക്സ് റെനാക്കോണിന്റെ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മള് പണി നടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ ഈ പ്ലെയിൻ ലാൻഡിൽ ഇപ്പൊ എന്താ പറയാ, നമ്മള് ചാല് കോരി അത് കോൺക്രീറ്റ് ചെയ്ത് പിന്നെ അതവിടെ ലെവലാക്കിയിട്ട് AAC ബ്ലോക്ക് കെട്ടി തുടങ്ങി. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഈ മണ്ണൊക്കെ കൊണ്ടിട്ടുള്ളത് തറ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷന്റെ ഒരു സ്റ്റൈല്. പിന്നെ അതാ ഇവിടെ നോക്കിക്കോ, കോൺക്രീറ്റിന്റെ ജനലാണ് വെച്ചിട്ടുള്ളത്. അതും കുറെ പേര് ചോദിക്കണതാണ്, വിളിച്ചിട്ട് കോൺക്രീറ്റിന്റെ ഇതൊക്കെ വെക്കാൻ പറ്റുമോ. AAC ബ്ലോക്കിൽ നമുക്ക് ഏത് ജനല വേണമെങ്കിൽ വെക്കാം, അതൊരു ഫാക്റ്റ് ആണ്. ഇതേ കോൺക്രീറ്റിന്റെ ജനലിൽ വെക്കാം. അപ്പൊ 8 ഇഞ്ചിന്റെ റെനാക്കോണിന്റെ 8 ഇഞ്ച് ഗ്രേഡ് 2 കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഔട്ടർ വാളൊക്കെ കെട്ടിയിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഡ്രസ്സിന്റെ പല സ്ഥലത്തും വെയിറ്റ് നമ്മളിത് മിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ 6 ഇഞ്ച് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഔട്ടറിൽ നമ്മൾ 8 ഇഞ്ചിന്റെ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ ഇങ്ങനെ ഗ്രിപ്പുള്ള ടൈപ്പ് AAC ബ്ലോക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോ കുറച്ച് പൂപ്പലൊക്കെ ഉണ്ട്. അതിപ്പോ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്വന്തം പണി ആയതുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കണം. അപ്പോ ഈ കാലൊക്കെ കണ്ടില്ലേ, ഈ കാലൊക്കെ പോവുക, നമ്മൾ കട്ടൊക്കെ മുട്ടിച്ചിട്ട് അത് വിരുത്തി കഴിഞ്ഞാൽ ഈ കാലൊക്കെ എടുത്ത് കളയിട്ടോ. അങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ. ഇതിന്റെ ബോണ്ട് മിക്സ് ചെയ്യുന്നതാണ്. AAC ബ്ലോക്ക് ഒട്ടിക്കാനുള്ള ബോണ്ടിന്റെ മിക്സിംഗ് ആണ് ഒരു മെഷീൻ വെച്ച് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. ചേട്ടന്റെ പേരെന്തായാലും. അപ്പോ ചേട്ടാ, ഇതിപ്പോ എന്താണ് ഇതിന്റെ ഒരു റേഷ്യോ എങ്ങനെ? ഇത്ര ഒരു 40 കിലോ പാക്കറ്റിന് 9-10 ലിറ്റർ വരെ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ കറക്റ്റ് ആയി. 40 കിലോന്റെ പാക്കറ്റില് 10 ലിറ്റർ 9 ഇറങ്ങി 10 ലിറ്റർ വരെ വെള്ളം. ഈ ഒരു വക്കറ്റ് ചിലപ്പോൾ കുറച്ചുകൂടെ വലുപ്പം വേണ്ടി വരും. അതിപ്പോ നമുക്ക് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോ 40 കിലോ ഇട്ടിട്ടില്ലല്ലോ. 20 വെച്ചിട്ട് ചെറിയ വക്കറ്റ്. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇത്. മറ്റേ കുട്ടിയൊക്കെ ഇതാക്കുന്ന മെഷീൻ തന്നെ വെച്ചിട്ട് ചെയ്യാം. പെയിന്റ് ഒക്കെ ഇതുകൊണ്ട്. അപ്പം ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഇപ്പൊ നിലയൊക്കെ കെട്ടിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ട് കേട്ടോ പണിയണേ. അപ്പൊ നോക്കാം. നമ്മൾ നേരത്തെ ബോണ്ട് മിക്സ് ചെയ്യണതൊക്കെ കണ്ടില്ലേ, അങ്ങനെയുള്ള ബോണ്ട് ഇങ്ങനെ ആദ്യം അവരിങ്ങനെ തേച്ചിട്ട് നമുക്ക് കാണാം. ഇതിങ്ങനെ മൊത്തം തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ആ ട്രവൽ കൊണ്ട് അതിങ്ങനെ എക്സസ് ഉള്ള ഭാഗം ഇങ്ങനെ കോരി എടുത്തിട്ട് ഒക്കെയാണ് ചെയ്യണേ. എന്നിട്ട് നേരെ അതിന്റെ മുകളിലേക്ക് കറക്റ്റ് ലെവൽ നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യണേ. ഞാൻ എല്ലാ വീഡിയോയിലേക്കും പറയാറുള്ള പോലെ ഓരോ കട്ടയും ലെവൽ നോക്കിയിട്ടാണ് അവർ പണിയുക. അങ്ങനെയാണ് ഇതിന്റെ വെക്കുക. ഈ ട്രവൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കറക്റ്റ് സീറ്റ് ആയിട്ട് ഇരിക്കാൻ ആ ഒരു ഫ്രിക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഒരു കട്ട പണിയുന്നത്. AAC ബ്ലോക്കിന്റെ ഒരു കട്ട വെക്കുന്നത് ഇങ്ങനെയാണ്. ഇത്ര സിമ്പിളാണ്.
ഇപ്പോൾ ദേ ഒരു കട്ട കഴിഞ്ഞു, രണ്ടാമത്തെ കട്ട ആയി. കണ്ടോ അത്ര ഫാസ്റ്റ് ആയിട്ടാണ് പണി മൂവ് ചെയ്യുക. ഇപ്പം ഇതിൽ ഗ്രിപ്പുള്ള ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പണിയണേ. അപ്പം നമ്മളിപ്പോൾ 8 ഇഞ്ചിലാവുമ്പോഴേ ഇപ്പം ഈ ഭാഗം കണ്ടോ, ഇത് സ്മൂത്ത് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ പക്ഷെ നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള ഭാഗം ഇപ്പുറത്തേക്ക് തിരിച്ചു വെച്ചിട്ട് ഗ്രിപ്പുള്ള ഭാഗത്ത് ഒട്ടിക്കരുത്. കണ്ടില്ലേ, ഇതാണ് റഫ് ആയിട്ടുള്ളത്. ആൾക്കാർ 8 ഇഞ്ചിന്റെ ആവുമ്പോഴേ നമുക്ക് വീതിയും ഉയരവും 8 ഇഞ്ചാണല്ലോ വരിക. അപ്പം ആൾക്കാരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവാറുണ്ട് അത്. അതായത് അപ്പം ഈ ഗ്രിപ്പുള്ള ഭാഗം അത് പൊട്ടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സൈഡിൽ വെച്ചിട്ട്. സ്മൂത്ത് ആയിട്ടുള്ളതാണെങ്കിലും നമ്മുടെ ബ്ലോക്ക് സ്മൂത്ത് സർഫസ് ആണെങ്കിലും ബോണ്ട് നല്ല അടിപൊളിയായിട്ട് ജോയിന്റ് ആവും. സ്മൂത്ത് ആയിട്ടുള്ള ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയണ ഭാഗം അത് ഇതാണ്. ഇത് 2 സൈഡിലേക്ക് പോകും ഗ്രിപ്പുള്ളത്. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിയിടുമ്പോൾ പൊട്ടി സെറ്റാകാൻ വേണ്ടിയിട്ട് പണിയുമ്പോഴെപ്പോഴും സ്മൂത്തായിരിക്കും. ഇതിനടുത്ത് തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രിപ്പുള്ള സൈഡ് വെച്ചിട്ട് പണിയണം, ഈ സ്മൂത്ത് സൈഡിലേക്ക് പോകണം എന്നുള്ളതാണ് ആൾക്കാർക്ക് പൊതുവായ തെറ്റിദ്ധാരണ. അതങ്ങനെയല്ല ചെയ്യേണ്ടത്. ഗ്രിപ്പുള്ളത് 2 സൈഡിലേക്കും അതായത് പുറത്തേക്കും സ്മൂത്ത് ഭാഗം പണിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് ഗ്രിപ്പറായിട്ടുള്ള AC ബ്ലോക്ക് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാട്ടോ. സ്മൂത്ത് സർഫസോട് കൂടിയ AC ബ്ലോക്ക് ആണെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം 4 വശവും അത് സ്മൂത്ത് ആയിട്ടാണല്ലോ വരിക. അപ്പോൾ അതിൽ വലിയ കൺഫ്യൂഷനുകളില്ല. ഇങ്ങനെ സർഫസ് ഗ്രിപ്പായിട്ട് വരുന്ന AC ബ്ലോക്കുകളാണ് ഇങ്ങനത്തെ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതും 8 ഇഞ്ച് കട്ടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാറുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തത് കേട്ടോ. ചേട്ടാ അപ്പോഴേ എങ്ങനെയാണത് കട്ട പണിയണേന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ എപ്പോൾ കട്ട പണിയുമ്പോഴും നമ്മളെ ഡെക്കിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഭാഗം എപ്പോഴും താഴ്വശം വരണം. അതുപോലെ ഗ്രിപ്പുള്ള ഭാഗം എപ്പോഴും പുറത്തായിട്ട് ചെയ്യണം. നമ്മൾ കുട്ടിയിടുമ്പോൾ എപ്പോഴും അത് ഗ്രിപ്പുണ്ടെങ്കിൽ കുട്ടിക്ക് അത് നല്ല ലെവലിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കട്ട ഇങ്ങനെ കെട്ടുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതല്ലാതെ വേറെ എന്താണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങള്? നമ്മളിപ്പോൾ കട്ട പണിയുമ്പോഴും ഫസ്റ്റ് ലെയർ ലെവലായിരിക്കും. ആ ലെവലിൽ പോയി കഴിഞ്ഞാൽ ഈ ഭിത്തി ഒരിക്കലും നേരെ നിൽക്കുകയില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം ഇതിൻ്റെ വർക്ക്. അതുപോലെ തന്നെ ഭിത്തി ഇറക്കിയിരിക്കുന്നു. തുടങ്ങിയ അവസരത്തിൽ എടുത്തു വെച്ചിരുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചതാട്ടോ. ഇതതിൻ്റെ ബിഗിനിങ് ആണ്. നമുക്ക് അവിടെ ഒരു ചെറിയ ഷെഡ് ഉണ്ടായിരുന്നപ്പോൾ പൊളിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള കുറച്ച് കോൺക്രീറ്റ് കട്ടകളാണത്. നമ്മളത് അടിയിൽ ഇങ്ങനെ വിരിച്ചു. പിന്നെ ഇത് ഈ സിൽ ലെവൽ വരെ എത്തി കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സ്റ്റേജിലത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. സിൽ ലെവൽ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വരി കഴിയുമ്പോൾ ഇങ്ങനെ ചെറിയൊരു രീതിയിൽ ഇങ്ങനെ സിൽ ലെവൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ആ സമയത്തെ വീഡിയോ ആണിത്. പിന്നെ ആദ്യത്തെ വരി കട്ട കെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഐ ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാം കേട്ടോ. അപ്പോൾ AC ബ്ലോക്ക് എങ്ങനെയാ പണിയണേന്നുള്ള കാര്യം എല്ലാവരും കണ്ട് മനസ്സിലാക്കിയില്ലേ? അപ്പോൾ ഇതുപോലെ നമ്മുടെ ഓഫീസിന്റെ ഫിനിഷിംഗ് ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനോഗ്രേഷൻ നിങ്ങളെല്ലാവരും അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഓഫീസ് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണിക്കോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് AC ബ്ലോക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ വിളിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.